ഹലോ, ഈ അഡീനിയം ബോൺസായി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്. ഇതിൻ്റെ വില കണ്ട് നമ്മൾ ഞെട്ടു കേട്ടോ. 6 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ എന്താ ഇതിൻ്റെ പ്രായം ചോദിച്ചിട്ട് അവർക്കാർക്കൊന്നും അത്ര നിശ്ചയമില്ല. എന്തായാലും ഒരു 60-70 വർഷം പഴക്കമുണ്ട്. അത്ര വലിയൊരു പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ധാരാളം പേര് ഇവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ബോൺസായി ഇവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഫോട്ടോയും വീഡിയോയും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതെവിടെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. നിറയെ ഉത്സവത്തിന് പോകുന്ന പോലെ ധാരാളം ആൾക്കാർ ഇങ്ങനെ പ്രദർശന നഗരിയിലേക്ക് എത്തുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു 50 പേരടങ്ങുന്ന ഒരു സംഘം ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് ആണ് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നാണ് ഉള്ള ഒരു ടീമാണ് ഞങ്ങൾ. ആഗ്രി ഇൻഡെക്സ് 2025 എന്ന ഒരു പ്രദർശന നഗരിയിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇത് ഒഡീസിയ ട്രേഡ് സെൻറ്റർ കോയമ്പത്തൂരിലാണ് ഇത് ഇപ്പോൾ ഉള്ളത്. അത് ജൂലൈ 2ാമത്തെ ആഴ്ചയിലാണ്. ഈ ആഴ്ചയിലെ 4 ദിവസങ്ങളിലാണ് ഈ പ്രദർശനം നടക്കുന്നത്. ഇത്തവണ ജൂലൈ 11 മുതൽ 14 വരെയാണ്. 29 വർഷങ്ങളായി ഇതിവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ആഗ്രി എക്സ്പോ മാത്രമല്ല, അതുകൂടാതെ ഇവിടെ പല സമയങ്ങളിലായിട്ട് ടെക്സ്റ്റൈൽസ്, ഫുഡ്വെയർസ്, ബേക്കറി അങ്ങനെയൊക്കെ പ്രത്യേകം നടക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കാണുന്നത് നമ്മൾ പച്ചച്ചെടികളൊക്കെ നമ്മുടെ തോട്ടങ്ങളൊക്കെ നനയ്ക്കാറില്ല. ഇതുപോലെ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സോളാറും സംഘടിപ്പിച്ചതിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സ്റ്റാളുകൾ, 1000-ൽ പരം സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. അതായത് മിഷനറികൾ, അതുപോലെ തന്നെ വിത്തുകൾ, വളങ്ങൾ, അത് അങ്ങനെ നമ്മുടെ പമ്പ് സെറ്റുകൾ, പിന്നെ ടാങ്കുകൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ നാറ് നടുന്ന യന്ത്രമാണ് നമ്മളെ കണ്ടത്. നമുക്ക് ബ്രോഷർ തരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബുക്ക് ചെയ്യാം. അത് വീട്ടിൽ എത്തുന്നതായിരിക്കും. സബ്സിഡി കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ജീവിതത്തിൽ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മേള തന്നെയാണിത്. ഒന്ന് വന്നാൽ പിന്നെയും വരാൻ തോന്നും എന്നാണ് പറയുന്നത്. കാരണം ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗ്രി എക്സ്പോയാണ്. കോയമ്പത്തൂരിലെ കൊടിയേസിയ ട്രേഡ് സെൻറ്ററിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണേ. കേരളം കൂടാതെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ കർണാടക, അതുപോലെ തന്നെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരിവിടെ ഇതിനകത്ത് ഇത് കാണാനും സാധനങ്ങൾ വാങ്ങാനുമായിട്ട് വരുന്നുണ്ട്. ഞാനും കുറേ വിത്തുകളും അതുപോലെ തന്നെ കുറേ ഗ്രോ ബാഗുകൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടെന്നറിയില്ല, നല്ല തിരക്കാണ്. നമുക്ക് പലതും അതുകൊണ്ട് ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ പലതരം പൈപ്പുകളൊക്കെ, ഹോസുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഗുണനിലവാരമുള്ളതാണെല്ലാം. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണിത്. കൃഷിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇത്. പിന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇവിടെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഈ മിഷനറീസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇത് കണ്ടില്ലേ, നല്ലൊരു എല്ലാത്തിനെക്കുറിച്ചും അവർ വിശദീകരിച്ച് തരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബ്രോഷർ വാങ്ങിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനും. പിന്നെ ഏറ്റവും രസമുള്ളതായിട്ട് ഞാൻ കണ്ടത് ഇവിടെ ആടുകളും പശുക്കളും ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. വിദേശികളായത് ഉണ്ട്. ഒരു ആടിനെ കണ്ടോ, നല്ല വലിപ്പമുള്ള ആടുകളെയൊക്കെ ഇവിടെ കണ്ടു. പോലെ ചെറിയ പശുക്കളെ കണ്ടു. ഇത് നമ്മളോട് നല്ല ഇണക്കാണ് കേട്ടോ. ഇത് ആഫ്രിക്കക്കാരിയാണെന്നാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ ഉണ്ട്. ഇതാണ് ആഫ്രിക്കയിൽ നിന്ന് എത്തിയ ഒരു അതിഥി. ഇവർ രണ്ടുപേരുണ്ട്, ആണും പെണ്ണും. നല്ല വലിപ്പമാണ് ഈ ആടിന്. പിന്നെ പശുക്കൾ തന്നെ എന്താ പറയുക, ഗിർ എന്ന ഒരു പശുവിനെ ഇവിടെ കണ്ടായിരുന്നു. പശുക്കളുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പശുവുണ്ട്, കാളയുണ്ട്. മണിയോടെ ഇവിടുത്തെ എക്സിബിഷന് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.